ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. ഇരുന്ന ഇരിപ്പിന്മേൽ ആകാശം കണ്ടു. നമ്മൾ ഈ കാണുന്നത് ആകാശ ബാഹ്യമായിട്ട് അങ്ങനെ തന്നെ പറയാം. നമ്മള് ഈ കാണുന്നത് ആകാശാണോ? ആണോ മിസ്ബായി? അല്ല. മൊഹീദ്ദീൻ ഷേഖ് കണ്ടു എന്ന് പറയുന്ന ആകാശം ഈ കാണുന്നതല്ല, ഇത് അപ്പുറമുള്ളതല്ല. മലക്കൂത്ത് കണ്ടു എന്ന് എന്താണ് ഈ പറഞ്ഞത്? വകദാലിക നുരി ഇബ്രാഹിമ മലക്കൂത്ത അസ്സമാവാതി വൽ അർളി വലിയകൂന മിനൽ മുഖിനീൻ എന്ന സൂറത്തുൽ അൻആമിലെ 75-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് മലക്കൂത്ത് അസ്സമാവാതി വൽ അർളി കാണിച്ചു കൊടുത്തു. എന്താണ് മലക്കൂത്ത്? പറയാം എന്താണ്. ഐ റുബൂബിയ്യതഹു വമാലികിയ്യതഹു ലഹുമാ വസുൽത്താനഹുൽ ഖാഹിറ അലൈഹിമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാം റാസി റിപ്പോർട്ട് ചെയ്തത് കാണാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു തആല വാനലോകങ്ങളുടെ ഒക്കെ അതിന്റെ അപ്പുറം നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത സ്ഥലങ്ങളുടെ ഒക്കെ രാജാധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് മനസ്സിലാക്കി കൊടുത്തു, കാണിച്ചു കൊടുത്തു. ഈ ആയത്തിൽ റൂഹുൽ ബയാൻ പറയുന്നു, വഖദ് അത്ലഖൽ ഉലമാഉ, എല്ലാ പണ്ഡിതന്മാരും ഇത്തിഫാഖായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അലാമാ യുദ്രികു ലഹും അലാമാ യുദ്രികു ബിൽ ബസ്വരി വൽ മലകൂതി അലാമാ യുദ്രികു വൽ മലകൂതു അലാമാ യുദ്രികു ബിൽ ബസീറ. ആകാശം എന്ന് പറയുന്നത് സാധാരണ കണ്ണുകൊണ്ട് ചിലപ്പോൾ കാണാം, നേരെ നോക്കിയാൽ കാണാം നമ്മൾ പറയുന്ന ആകാശം എന്ന് പറയുന്നത്. പക്ഷേ മലക്കൂത്ത് എന്ന് പറയുന്നതോ അത് ബസീറത്ത് കൊണ്ട് കാണുന്നതാണ്. എന്താ ബസറും ബസീറത്തും തമ്മിലുള്ള മാറ്റം? ഉസ്താദുമാരൊക്കെ അവിടെ ഉണ്ട്. ബസറും ബസീറത്തും തമ്മിലുള്ള മാറ്റം എന്താ? ബസർ എന്ന് പറയുന്നത് ബാഹ്യമായ ദൃഷ്ടിക്കാണ് പറയുന്നത്. അതേ സ്ഥാനത്ത് ബസീറത്ത് എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഇൽമ് കിട്ടിയ ആളുകൾക്ക് അള്ളാഹു പ്രത്യേകം നൽകുന്ന കഴിവ്. അതാണ് ബസ് എന്നത്. അപ്പൊ മക്കൂത്ത് എന്നത് അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞ ആരിഫീങ്ങളാകുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്ന പ്രത്യേകതയാണ്. ഫൽ മലകൂതു ലാ യൻകശിഫു ലി അർബാബിൽ ഖൂലി ബൽ ലി അസ്ഹാബിൽ ഖുലൂബ്. അത് ഹൃദയമുള്ള ആളുകൾക്ക്, ചിന്തിക്കുന്ന പ്രത്യേക തരം ഹൃദയത്തിന്റെ ഉടമകളാകുന്ന ആളുകൾക്കേ കാണാൻ കഴിയൂ. അതേ സ്ഥാനത്ത് അത് ഹൃദയമുള്ള ആളുകൾക്കേ കാണാൻ കഴിയൂ. ബുദ്ധി മാത്രമുള്ള ബാഹ്യമായ ബുദ്ധി മാത്രമുള്ളവർക്ക് അത് കണ്ടെത്താൻ കഴിയില്ല. ഇത് തഫ്സീർ റൂഹുൽ ബയാനാ ഞാൻ ഈ പറയുന്നത്. ഫഇന്നൽ അഖ്ല ലാ യുഅതി ഇല്ലാ ഇല്ലൽ ഇദ്റാകൻ നാഖിസ. ബുദ്ധി എന്ന് പറയുന്നത് വളരെ ലളിതമായ രൂപത്തിൽ കണ്ണുകൊണ്ട് കാണുന്ന വസ്തുക്കളെ ഉപയോഗിപ്പുള്ളൂ. അതിന് ഈ പറയപ്പെടുന്ന ബസീറത്ത് എന്ന് പറയുന്ന ഉൾക്കാഴ്ച എന്ന് പറയുന്നത് കൊണ്ട് കാണുന്നത് എന്താണ്? അൽ കശ്ഫു തിൽക്കൽ മുകാശഫ ലാ തഹ്സുലു ഇല്ലാ ലി അഹ്ലിൽ മുജാഹദ ഫഇന്നഹാ സമറത്തുൽ മുജാഹദ. മുജാഹദ കൊണ്ട് ഉണ്ടായിത്തീരുന്നതാണ് ബസീറത്ത്, ഉൾക്കാഴ്ച. എന്താ മുജാഹദ? വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. വിശുദ്ധ ഖുർആനിൽ കാണാം, മുജാഹദ നടത്തുന്ന ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിത്യാഗികളായി അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് കൊണ്ട് സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു എല്ലാം കീഴ്പ്പെടുത്തി കൊടുക്കും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ എല്ലാ വഴികളിലേക്കും നാം അവരെ ചേർത്തും. അപ്പോ അവർക്ക് നേരെ ബസീറത്തുണ്ടാകുന്നു, അവർക്ക് അള്ളാഹുവിന്റെ മലക്കൂത്ത് കാണാൻ കഴിയുന്നു. ഏതുപോലെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് അള്ളാഹു കാണിച്ചതുപോലെ. ഈ കാഴ്ചയാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ കണ്ടിട്ടുള്ളത്. ഇരുപ്പിന്മേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. മലക്കൂത്ത് കണ്ടു. അവിടുത്തെ എല്ലാ അദൃശ്യ ജ്ഞാനങ്ങളും മഹാനായ ഗൗസുൽ ആലം തങ്ങൾ ഇരുന്ന ഇരുപ്പിൽ നിന്ന് കാണാനുള്ളതായ കഴിവ് പടച്ച റബ്ബ് കൊടുത്തു. അങ്ങനെ കൊടുത്തൂടെ? എന്തേ കൊടുക്കാതിരിക്കാൻ? അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഇവിടെ ഒക്കെ തെളിവുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് ഉദ്ധരിച്ചത് കാണാം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഇത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത്തരം വിഷയങ്ങളിലെ പരാമർശിക്കുന്ന സ്ഥലത്തൊക്കെ അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു കയ്യും കണക്കില്ലാതെ കൊടുക്കും. അത് ഇന്നത് ജീവിതം സംശുദ്ധമാക്കി കെട്ടിപ്പടുത്ത മഹത്തുക്കളായ ഗൗസുൽ ആലം തങ്ങളെ പോലത്തെ മഹത്തുക്കളായ ആളുകൾക്ക് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനിക്ക് കാണിച്ചു കൊടുത്തതുപോലെ മലക്കൂത്ത് കാണാൻ കഴിയുമെന്ന്, ബസീറത്ത് കൊണ്ട്, ഉൾക്കാഴ്ച കൊണ്ട് കാണാൻ കഴിയും, കണ്ണുകൊണ്ടല്ല, ബസർ കൊണ്ടല്ല എന്ന് റൂഹുൽ ബയാനിൽ, തഫ്സീർ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പോ ഇതൊന്നും എതിരല്ല, ആശയങ്ങൾക്ക് എതിരല്ല. മുഹിദ്ദീമാലയിൽ ഒരു വരി പോയിട്ട് ഒരു ലഫ്ള് പോലും
സുന്നത്ത് ജമാഅത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ അഖീദ പിയച്ചു പോകുന്നതായിട്ടോ ഒന്നും മുഹീദ്ദിമാലയിൽ എവിടെയുമില്ല. ബാഹ്യമായ അർത്ഥം വെച്ചാൽ ഖുർആൻ തന്നെ തെറ്റാന്ന് വരൂലേ? ഖുർആൻ തെറ്റാന്ന് വരൂലേ? കൊരൂർ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു ചങ്ങായി വന്നിട്ട് എന്താ പറഞ്ഞത്? നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു. എന്തേ കാരണം? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പ് വരുന്നത് വരെ ഇബാദത്ത് എടുക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലെ ആയത്താ. ഉറപ്പ് അള്ളണ്ട്, റസൂലുണ്ട്, ഖിയാമത്ത് നാളുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെയുള്ള ഉറപ്പായ പിന്നെ ഇബാദത്ത് എടുക്കണ്ട. അവിടെ എങ്ങനെ അങ്ങനെ അർത്ഥം വെച്ചാൽ അങ്ങനെ തന്നെ ഉണ്ടാവുക. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പായ ഒരു കാര്യം വരുന്നത് വരെ എന്നാ. എന്താണത്? ആർക്കും സംശയമില്ലാത്ത കാര്യം അയൽ മൗത്തു, മരണം വരുന്നത് വരെ ഇബാദത്ത് എടുത്തോളൂന്ന. പിയച്ചുപോയി. അപ്പോ ഈ രൂപത്തിൽ അർത്ഥം വെച്ചാൽ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് പിയച്ചു പോകും മനുഷ്യന്മാർ. മുഹിദ്ദിമാലയിൽ പിയച്ചു പോകും. അപ്പൊ അതിന്റെ ആശയങ്ങൾ നമ്മൾ പഠിക്കണം. ഇരിക്കട്ടെ, നമ്മളെ സമയമായിട്ടോ. പിന്നെ ഒരുപാട് വരികൾ നമ്മൾ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിലേക്ക് കടന്നു ചെല്ലാൻ സമയമല്ല. നോക്കൂ നിങ്ങൾ, മറ്റൊരു വിഷയം പലപ്പോഴും പറയും, കോഴിയുടെ മുള്ളോട്, ഇപ്പോഴും ചൊല്ലി നമ്മള്, കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകിപ്പാറപ്പിച്ചു വിട്ടോ അവർ. എന്താണത്? അതുപോലെ ഇബിലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ ഇബിലീസെ ചാച്ചി കിടത്തിയച്ചോവർ. എന്താ പറഞ്ഞത്? ഇബിലീസ് ചതിക്കാൻ വേണ്ടി ചെന്നപ്പോ മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ഇബിലീസിനെ ചാച്ചു കിടത്തിക്കളഞ്ഞു. അവന് ഭയപ്പെടാൻ, അവന്റെ ഇങ്ങിത്വത്തിന് വഴങ്ങിക്കൊടുക്കാൻ ഇബിലീസ് തങ്ങൾ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളെ കിട്ടിയില്ല എന്ന ആശയം. എന്താണ് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കണം. ഇബിലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ, രണ്ട് വ്യാഖ്യാനം ഇതിന് പറയുന്നുണ്ട്. ഒന്ന് ഞാൻ പറയട്ടെ, ഗൗസുൽ ആലം തങ്ങൾ തന്നെ ഉനിയത്തു താലിബീനിൽ രേഖപ്പെടുത്തിയത് കാണാം. തറാഅലി നൂറുൻ അലീമുൻ, എനിക്കൊരു വലിയ പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. സുമ്മ തദല്ലാ ഫീഹി സൂറത്തുൻ, അതിലേക്ക് ഒരു രൂപം വെളിവായി. മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ പറയാൻ, ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരിക്കൽ ഒരു വലിയ പ്രകാശം, ആ പ്രകാശത്തിലേക്ക് ഒരു സൂറത്ത്, ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്നെ വിളിക്കുന്നു, തുനാദീനി യാ അബ്ദുൽ ഖാദിർ അന റബ്ബുക. അവിടുന്ന് വിളിച്ചു പറയാ വാനലോകത്തുനിന്ന്. എന്താ വിളിച്ചു പറയുന്നത്? അബ്ദുൽ ഖാദിറെ, ഞാൻ നിന്റെ റബ്ബാണ്, ഞാൻ നിന്റെ റബ്ബാണ്. വഖദ് ഹലൽതു ലക്കൽ മുഹറമാത്ത്, നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളും നിനക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഇഖ്സ യാ ലഈൻ ലഅനത്തുല്ലാഹി ഇബ്ലീസ്, നിന്യനായി പോടാ അവിടുന്ന് എന്ന് പറഞ്ഞ് ഞാൻ അവനെ ആട്ടിപ്പായിച്ചു. ഫഇദൻ ദാലിക നൂറു ലലാമുൻ, അപ്പൊ ആ കണ്ട പ്രകാശം പിന്നെ ഒരു ഇരുട്ടായി മാറി. വതിൽക സൂറത്തു ദുഖാനുൻ, ആ കണ്ട രൂപം ഒരു പുകയായി മാറി. സുമ്മ ഖാതബനി, എന്നിട്ട് എന്നോട് വീണ്ടും സംഭാഷണം നടത്തി. യാ അബ്ദുൽ ഖാദിർ നജൗത മിന്നി ബി ഇൽമിക വ ഫിഖഹിക, നീ എന്റെ ഈ വക്രതയിൽ നിന്ന്, എന്റെ ഈ കുരുട്ടിൽ നിന്ന് നീ രക്ഷപ്പെട്ടു കേട്ടോ. ബി ഇൽമിക, നിന്റെ ഇൽമ് കാരണത്താൽ. പിന്നെയോ വ ഫിഖഹിക, നിന്റെ വിവരവും കാരണം കൊണ്ട്, എല്ലാ ഇൽമും നിനക്ക് റബ്ബ് തന്നതുകൊണ്ട്. എന്തേ? വലഖദ് അവലൽതു ബിമിസ്ലി ഹാസിഹിൽ വാഖിയ, ഇതുപോലത്തെ സംഭവങ്ങളെ കൊണ്ട് ഞാൻ ഒരുപാട് ആളുകളെ പിയപ്പിച്ചിട്ടുണ്ട്. എത്ര? 70 മിൻ അഹ്ലി ത്വരീഖ്, ത്വരീഖത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട നിന്നെ പോലത്തെ വലിയ മശായിഖന്മാർ 70-ലധികം ആളുകളെ ഞാൻ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം പിയപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്തേ? നടന്നിങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഒരു പ്രകാശം, ആ പ്രകാശത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോ ഒരു രൂപം. ആ രൂപം എന്താ പറയുന്നത്? യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിറെ, ഖദ് ഹലൽതു ലക്കൽ മുഹറമാത്ത്, നിനക്ക് ഞാൻ ഹറാമാക്കിയ കാര്യമൊക്കെ ഹലാലാക്കി തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഞമ്മളിപ്പോ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് നമ്മളെ മുമ്പിൽ ഒരു അർദ്ധരാത്രി സമയത്ത്, ആകാശത്തൊക്കെ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് ഒരാളെ നമ്മളെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, ഇനി ഇവിടുന്ന് വേജാറൊന്നും വേണ്ട, എനിക്ക് ഇനി തോന്നുമ്പോഴൊക്കെ ജീവിച്ചോട്ടോ, ഞാൻ അള്ളാഹുവാണ്. എന്താപ്പ നമ്മള് അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരായി. അള്ള പോയിട്ട് അല്ലെ റസൂലാണെന്ന് പറഞ്ഞു. കുറെ സലാത്തിനൊക്കെ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുക്കൽക്ക് ഇങ്ങോട്ട് ഹാജരായി, എന്നിട്ട് എന്നോട് പറഞ്ഞു എന്ന് നമ്മൾ പറയൂലേ? പറയും. അവിടെ നമ്മൾ അതിന്റെ ബാഹ്യമായ രൂപത്തിലേക്കല്ലേ നമ്മൾ പോകുന്നത്? ഗൗസുൽ ആലം തങ്ങളെ പിയപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ട് പറയാണ്, ഞാൻ ഇതുപോലെ വഖദ് അദ്ലൽതു
മിൻ അഹ്ലി ത്വരീഖ, തരീഖത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട മശായിഖന്മാരെ 70-ലധികം ആളുകളെ ഞാൻ ഇത് കാണിച്ചു കൊടുത്തുകൊണ്ട് പിയപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിന്നെ പിയപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്തേ? നിന്റെ ഇൽമും ഫിഖ്ഹും കാരണത്താൽ. അള്ളാഹു നിനക്ക് നൽകിയ വലിയ അനുഗ്രഹം കൊണ്ട് നിന്നെ എനിക്ക് പിയപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു ഫഖുൽതു, ഞാൻ പറഞ്ഞു ലില്ലാഹിൽ ഫളൽ. അപ്പോ മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ പറയാ കുനിയത്തു താലിബീനിൽ, ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞു. ഫഖീല ലഹു കൈഫ അലിംത, ഇത് പറഞ്ഞപ്പോ ഗൗസുൽ ആലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, കൈഫ അലിംത അന്നഹു ശൈത്വാനുൻ, അത് പിശാചാണ് എന്ന് എങ്ങനെ ഗൗസുൽ ആലം തങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഖാല ബിഖൗലിഹി ഖദ് ഹലൽതു ലക്കൽ മുഹറമാത്, ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹലാലാക്കി എന്ന ആ വാചകം പറഞ്ഞപ്പോ പിശാചാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താ? എന്നെക്കാളും വലിയ എന്റെ ഉപ്പാപ്പയാകുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹറാമൊന്നും ഹലാലാക്കി കൊടുത്തിട്ടില്ലല്ലോ പടച്ചോൻ. ഈ പടച്ചോൻ ആ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പരമ്പരയിലെ ഒരു ചെറിയ കണ്ണിയാകുന്ന എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയ ഇൽമിന്റെ ഏതോ ഒരു ചെറിയ കണിക മാത്രം കിട്ടിയ എനിക്ക് അള്ളാഹു ഹലാലാക്കി എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നല്ല. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ അത് പിശാചിന്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കി അവനെ ഞാൻ ഇഖ്സഇയാ ലഈൻ എന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ചു. ഇബ്ലീസ് വേറെ ചതിപ്പാനായി ചെന്നാരെ ഇബ്ലീസ് ചാച്ചി കിടത്തിയായ ചോവർ. ഇത് ഒരു താബീറാണ്, ഒരു തഫ്സീറാണ്. മറ്റൊന്ന് കാണാം, ഗൗസുൽ ആലം തങ്ങൾ ഒരുപാട് നാളുകൾ 214 219 എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്, നോമ്പ് നോറ്റ് വിശന്ന് വയറൊട്ടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അതാ ഒരു തളികയിൽ, സ്വർണ്ണ തളികയിൽ ഒരാള് ഭക്ഷണം ഇറക്കി കൊടുത്തു. എന്നിട്ട് തിന്നോ എന്ന് പറഞ്ഞപ്പോ ഉടനെ അവിടുന്ന് ഈ വന്ന ആളെ അടിച്ചു പായിച്ചു. എന്തേ കാരണം? ഈ വന്നത് ഇബ്ലീസാണ്, പിയപ്പിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം സ്വർണ്ണത്തളികയുമാണ് ആയിട്ടാണ് വരുന്നത്. സ്വർണത്തിന്റെ തളിക അത് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, ഹറാമാണ് എന്ന് എന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ രൂപത്തിലും കാണാം തഫ്സീർ. ഇരിക്കട്ടെ, ഇതാണ് ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ ഇബ്ലീസ് ചാച്ചൂക്കി തെറ്റി അയച്ചോവർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി പിന്നീട് പറയാം. ദുആ ചെയ്യാനുണ്ട്. ജിന്നൊരു പൈതേരെ കൊണ്ടുപോയി വിട്ടാരെ ജിന്നെ വിളിപ്പിച്ച് അതിനെ കൊടുത്തോവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വരികൾ. ഇൻഷാ അല്ലാഹ് ഇനിയും മുഹിദ്ദിമാല ഉണ്ടാകും എവിടെയെങ്കിലും. അപ്പൊ നമുക്ക് പറയാം. ഇതൊരു തുടക്കമാണല്ലോ RSയുടെ, ഇനിയും ഉണ്ടാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ പഠിക്കണം. അതിനൊരു ചെറിയൊരു വിവരണം മാത്രം ഞാനിപ്പോ ഇതിന്റെ ഏതാനും 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞതാ. ഓരോ വരികളിലൂടെയും ആയത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് ഹദീസുകൾ, ഒരുപാട് ആയത്തുകൾ, എന്തെല്ലാം സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്നറിയോ? ഒരുപാട് സംഭവങ്ങൾ പഠിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ തന്നെ, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ ഖാലത്ത് യാ മറിയമു അന്നാ ലക്കി ഹാദാ ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ എന്ന് പറയുന്ന ആയത്തിന്റെ തഫ്സീറുകളിലൊക്കെ മഹത്തുക്കളായ ആളുകൾക്ക് ഇങ്ങനെ ഭക്ഷണം ഇറങ്ങി കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പരാമർശിച്ചത് കാണാം തഫ്സീറിന്റെ കിതാബുകളിൽ. ഇൻഷാ അല്ലാഹ് അതൊക്കെ പിന്നീട് പറയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. ഇനി മുഹീദ്ദീൻ മാല എന്നല്ല, എല്ലാ മാലകളും ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ചൊല്ലണം. നമ്മൾ അതൊക്കെ ജീവസുറ്റതാക്കണം. വലിയ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ സുന്നി ജമാഅത്തിന്റെ നേതൃത്വത്തിലും RSയുടെ നേതൃത്വത്തിലും ഒക്കെ ആയി സംയുക്തമായി നമുക്ക് വലിയ സദസ്സുകൾ സംഘടിപ്പിച്ച് ഇതുപോലെ വിശദീകരണങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളതായ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടും പല ആളുകളും ഇത്തരം കാര്യങ്ങളെ പരാമർശിക്കുകയും അതുപോലെ തന്നെ അത് കുഫറും ബിദ്അത്തുമായി നമ്മളെ അവതരിപ്പിച്ച് ഈമാനെ ചോർന്ന ആളുകളും വളരെ